അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 250 ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇത് നമുക്ക് ഒരു 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് തരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാനാണ്. ബട്ടർ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. 3 കോഴിമുട്ടയും 1 ടീസ്പൂൺ വാനിലയും 1 പിഞ്ച് ഉപ്പും കൂടി എടുത്തിട്ട് ഞാൻ മുട്ട ബീറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് ബട്ടർ സ്കോച്ച് എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ തരിച്ച് വെച്ച പൊടികൾ കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബട്ടർ പേപ്പർ വെച്ചൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ നമുക്ക് ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു ഇഡ്ഡലി തട്ടിലാണ് കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇത് 10 മിനിറ്റ് മുമ്പേ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 40 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനിലയും 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-2 ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് എസൻസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർക്കണം. നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്നു നോക്കുകയാണ്. നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ അതാ കേക്ക് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിന്ന് കുത്തി നോക്കാം. ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കേക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ലെയറാക്കി എടുക്കാം. അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് കാരമൽ ചെയ്തെടുക്കാൻ. അടിക്ക് പിടിക്കാതെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർസ്കോച്ച് എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് ഞാൻ 2 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. നമുക്കിനി ഷുഗർ പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തത് ഇതിൻ്റെ മേലെ കൂടി കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ കേക്കൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ താത്തായുടെ ബർത്ത്ഡേ ആയിരുന്നു, ഉമ്മച്ചി ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ആട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണി എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.